എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജീസ് ആൻഡ് കറന്റ് ഫീലിംഗ്സ് എന്താണ്, കറന്റ് ഇമോഷൻസ് എന്താണ്, അതേപോലെ തന്നെ സോൾ മെസ്സേജസ് നിങ്ങളോട് പറയാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ മനസ്സിൽ കരുതുന്ന കാര്യങ്ങൾ എന്താണ്. ഓക്കെ, സോ എത്രമാത്രം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഇന്റൻസ്ലി ഇമ്മൻസ്ലി ലവ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന് എത്രമാത്രം ഈ വ്യക്തിയുടെ മനസ്സിൽ സ്ഥാനമുണ്ട് എന്നുള്ളത് നമുക്കിന്ന് നോക്കാം. സോ ആദ്യം തന്നെ മനസ്സ് ഏകാഗ്രമാക്കി വെക്കുക. മനസ്സിലുള്ള ചിന്തകളൊക്കെയും അല്പനേരത്തേക്ക് ഒന്ന് മാറ്റിവെക്കുക. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സണെ ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് കിട്ടാനായിട്ട് നല്ലതുപോലെ പ്രാർത്ഥിച്ച് റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ ഒറക്കൽ കാർഡ്സ് വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. സോ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം. ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് ആദ്യം തന്നെ അഡിക്റ്റഡ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പ്രപ്പോസിങ് എന്നുള്ളൊരു കാർഡാണ്. തേർഡ് വൺ നമുക്ക് ഓപ്പൺ യുവർ ഹാർട്ട് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ദെൻ നമുക്ക് ട്വിൻ ഫ്ലെയിം ടെലിപ്പത്തി കിട്ടിയിട്ടുണ്ട്. ദെൻ ന്യൂ ഡോർസ് ആർ ഓപ്പണിംഗ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് എനർജി ആണ് നമുക്ക് ട്രൂ ലവ്. ഓക്കെ, സോ ഓവറോൾ എനർജി തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ട്രൂ ലവ് ആണ്. സോ നമുക്ക് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്ന കാർഡ് അഡിക്റ്റഡ് എന്നുള്ളൊരു കാർഡ്. അതായത് ഈ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചുള്ള ആ ഒരു ചിന്തകളിൽ ഒരുപാട് അഡിക്റ്റഡ് ആണ് ഇപ്പോൾ. അതായത് ഈ വ്യക്തി കണ്ടിന്യൂസ്ലി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു നിമിഷങ്ങളെ, ആ ഒരു മെമ്മറീസിനെ ഈ വ്യക്തി ഒരുപാട് ചിന്തിക്കുന്ന ഒരു സമയമാണ്. അതായത് ഒരു അഡിക്ഷൻ പോലെ അല്ലെങ്കിൽ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു തരത്തിലുള്ള ഒരു ഹോൾഡിംഗ് നേച്ചർ, അല്ലെങ്കിൽ അത്രമാത്രം നിങ്ങളെ വേണം, ഇവരുടെ ലൈഫിലേക്ക് തിരികെ വേണം, ഇവർക്കിനി നിങ്ങളില്ലാതെ പറ്റില്ല എന്ന തരത്തിലുള്ള ഒരു ചിന്ത ഇവർക്ക് ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ ചില ആളുകൾക്കെങ്കിലും ഈ വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് ക്യാരക്ടർ വൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില ആളുകളായിരിക്കാം, ചില സിറ്റുവേഷൻസ് ആയിരിക്കാം. ഓക്കെ, മേ ബി ചില ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, നെഗറ്റീവ് ആളുകൾ ഇവരുടെ ലൈഫിൽ ഒരു അഡിക്ഷൻ പോലെ, അല്ലെങ്കിൽ ഒട്ടും ഇവർക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റീസും ആകാം, അല്ലെങ്കിൽ ഇവരുടെ ക്യാരക്ടർ വൈസ് ചില സ്വഭാവങ്ങളാകാം, അല്ലെങ്കിൽ ചില ഹാബിറ്റ്സ് ആകാം. സോ അങ്ങനെ എന്തെങ്കിലും അഡിക്ഷൻസ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിനെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ, നിങ്ങളുടെ ആ ഒരു ട്രൂ ലവ് സ്റ്റാറ്റസിലോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോട്ട് കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി അത്രമാത്രം ഒരു അഡിക്ഷൻ ആണ് ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളെന്ന് പറയുന്നത്. നിങ്ങളില്ലാതെ ഈ വ്യക്തിക്ക് ഇനി ജീവിക്കാൻ സാധിക്കില്ല, ഒരിക്കലും സർവൈവൽ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഇല്ലാതെ പറ്റില്ല എന്ന് വരെ ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, സോ തീർച്ചയായും ഒരു അഡിക്റ്റഡ് കൈൻഡ് ഓഫ് ബിഹേവിയർ, അല്ലെങ്കിൽ അഡിക്റ്റഡ് ടു യുവർ ലവ് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പ്രപ്പോസിങ്. ഓക്കെ, സോ അഡിക്റ്റഡ് ആണ് ഈ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി നോക്കൂ. പ്രപ്പോസിങ് എനർജി ആണ്. നിങ്ങളിൽ അത്രമാത്രം അഡിക്റ്റഡ് ആണ്, നിങ്ങളിൽ അത്രമാത്രം ഈ വ്യക്തി ഒരു അട്രാക്ഷൻ തോന്നിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളിലേക്ക് ഒരുപാട് അട്രാക്റ്റഡ് ആകുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ചല്ല, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള സെപ്പറേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് പോലത്തെ സിറ്റുവേഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. മേ ബി ഈ വ്യക്തി ഒരു സമയത്ത് നിങ്ങളെക്കാൾ കൂടുതൽ പ്രയോറിറ്റി, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് മറ്റൊരു സിറ്റുവേഷനോ മറ്റു ചില ആളുകൾക്കോ നൽകിയിട്ടുണ്ടായിരുന്നു എങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പോൾ ഈ വ്യക്തി നിങ്ങൾക്കാണ് ഇപ്പോൾ ആ ഒരു പ്രയോറിറ്റി നൽകാൻ ആഗ്രഹിക്കുന്നത്. മറ്റെല്ലാ കാര്യങ്ങളെയും മാറ്റി വെച്ചുകൊണ്ട് ഫുള്ളി അഡിക്റ്റഡ് ടുവേർഡ്സ് യു, അതായത് നിങ്ങളിലേക്കാണ് കൂടുതൽ അഡിക്റ്റഡ് ആകുന്നത്. ഓക്കെ, സോ തീർച്ചയായും അതുകൊണ്ടാണ് നമുക്ക് പ്രപ്പോസൽ എനർജി കിട്ടിയിട്ടുള്ളത്. സോ ഒരു ലവർ എനർജിയിലാണ്, ലവേഴ്സ് ആണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളിലേക്ക് ഒരു പ്രപ്പോസലുമായിട്ട് വരാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മാരേജ് കമ്മിറ്റ്മെന്റ് ഒക്കെ നൽകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ആളുകളാണ്, മറ്റേത് റിലേഷൻഷിപ്പിലാണ് നിങ്ങളെങ്കിലും ഈ വ്യക്തി നിങ്ങളിലേക്ക് ഒരു സ്ട്രോങ് ഓഫറിംഗ് അല്ലെങ്കിൽ സ്ട്രോങ് പ്രപ്പോസൽ എനർജിയുമായിട്ട് വരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിലേക്ക് എത്രമാത്രം അഡിക്റ്റഡ് ആണ്, നിങ്ങളില്ലാതെ ഈ വ്യക്തിക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല, ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കില്ല എന്ന തരത്തിൽ ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഒരു സ്ട്രോങ് പ്രപ്പോസൽ എനർജി ഇവിടെ കാണിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ എനർജി
നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി റീയൂണിയൻ, കമ്മ്യൂണിക്കേഷൻ, റീകൺസിലേഷൻ എനർജി, ഒരു കോൾ, മെസ്സേജ് ഒക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ ഒരു പ്രപ്പോസൽ എനർജിയുമായിട്ട് വരാൻ ഇവിടെ സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഓപ്പൺ യുവർ ഹാർട്ട് എന്നുള്ളൊരു കാർഡാണ്. അതായത് മേ ബി ഈ വ്യക്തിയുടെ ഹാർട്ട് ചക്ര ഓപ്പണിങ്ങിനെ കാണിക്കുന്ന കാർഡാണ്. അതായത് ഒരു ഹീലിംഗ്, ഒരു സ്ട്രോങ് ഹീലിംഗ് പ്രോസസ് ഈ വ്യക്തിയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. മേ ബി ഈ വ്യക്തി ചില കാര്യങ്ങളെ മനസ്സിൽ അടക്കി പിടിച്ച് നിന്നിരുന്ന ഒരു പേഴ്സൺ ആയിരുന്നു. നിങ്ങളുടെ നേർക്ക് ചില കാര്യങ്ങളൊന്നും വിട്ടു പറയാതെ മേ ബി ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് ഒരുപാട് സീക്രട്സ് ഒക്കെ മനസ്സിൽ വെച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. മേ ബി പല കാര്യങ്ങളെയും നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചു. പക്ഷെ ഇപ്പോൾ നോക്കൂ, എല്ലാം നിങ്ങളോട് വിട്ടു പറയാൻ, തുറന്നു പറയാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഒരു ബ്ലോക്ക്ഡ് സിറ്റുവേഷൻ ഈ വ്യക്തി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ ആ ഒരു ബ്ലോക്ക്ഡ് സിറ്റുവേഷനെ മാറ്റി ഒരു അൺബ്ലോക്കിംഗ് സിറ്റുവേഷൻ ആക്കി, അതായത് ഒരു കോൾ, ഒരു മെസ്സേജ്, അതായത് നിങ്ങളുടെ നേർക്ക് ഒരു ഓപ്പൺ ഹാർട്ട് ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്നു. ഫുള്ളി നിങ്ങളുടെ നേർക്കുള്ള എല്ലാ ബൗണ്ടറീസും മാറ്റിവെച്ച്, എല്ലാ ഒരു കോണ്ടാക്ട് സിറ്റുവേഷനെ മാറ്റിവെച്ചുകൊണ്ട് ഒരു ഓപ്പൺ കോൺവെർസേഷൻ അല്ലെങ്കിൽ ഓപ്പൺ ടോക്ക് ആണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഈ വ്യക്തിക്ക് നിങ്ങളുടെ നേർക്ക് ഒരു ഡീപ്പ് അട്രാക്ഷൻ, ഡീപ്പ് അഡിക്ഷൻ ആണ് ഫീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ വ്യക്തിയുടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്വഭാവം കൊണ്ട് നിങ്ങൾ ഇപ്പോൾ അകന്നു നിൽക്കുകയാണ്, നിങ്ങൾ എന്തെങ്കിലും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ നേർക്ക് ഒരു ഓഫറിംഗുമായിട്ട് വരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഒരിക്കലും നിരാകരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് നോ പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്ട്രോങ് പ്രപ്പോസൽ, ഒരു സ്ട്രോങ് ഒരു ഓഫറിംഗ് എനർജിയാണ് കാണിക്കുന്നത്. ഈ വ്യക്തി അത്രമാത്രം നിങ്ങളെ കൺവിൻസ് ചെയ്യാനുള്ള ചില കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ നേർക്ക് വരാൻ ആഗ്രഹിക്കുന്നു. ഒരു ഓപ്പൺ ഹാർട്ട് കോൺവെർസേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ അൺബ്ലോക്ക് ചെയ്യണം ഈ വ്യക്തിയെ എന്ന് ഈ വ്യക്തി പറയുന്നു. മേ ബി കുറച്ചു പേർക്കെങ്കിലും ബ്ലോക്ക്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത് നിങ്ങളാണ് എങ്കിൽ ഇപ്പോൾ അൺബ്ലോക്ക് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അതിനായിട്ട് നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ, നിങ്ങളുടെ നേർക്ക് ഒരു സീരിയസ് അപ്രോച്ച് നടത്താൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ട്വിൻ ഫ്ലെയിം ടെലിപ്പതി എന്നുള്ളൊരു കാർഡാണ്. അതായത് മേ ബി നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ട്വിൻ ഫ്ലെയിംസ് ആയിരിക്കാം. അതായത് മേ ബി ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയുടെ ഭാഗമായിട്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് നിങ്ങൾക്കിടയിലുണ്ട്. അത് മേ ബി ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തേർഡ് പാർട്ടി ആയിരിക്കാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, ആളുകളായിരിക്കാം. സോ അങ്ങനെ ഒരു കണ്ടീഷനിൽ നിങ്ങൾ എത്ര ദൂരെ മാറി നിന്നാലും, അതായത് ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സെപ്പറേഷൻ, ഫിസിക്കൽ ഓർ ഇമോഷണൽ ഡിസ്റ്റൻസ് നിങ്ങൾക്കിടയിലുണ്ട് എങ്കിലും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ കണക്റ്റഡ് ആകുന്നുണ്ട്. നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ, അറിയാൻ സാധിക്കുന്നുണ്ട്. ഒരു ടെലിപ്പത്തിക് കണക്ഷൻ നിങ്ങൾക്കിടയിലുണ്ട്. കാരണം നിങ്ങൾ ട്വിൻ ഫ്ലെയിംസ് ആണ്. അതായത് നിങ്ങളുടേത് എന്ന് പറയുന്നത് ഒരു ട്വിൻ ഫ്ലെയിം ഓർ സോൾമേറ്റ് എനർജി ആണ് എന്ന് ഈ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നു. ഡെഫിനറ്റ്ലി നിങ്ങൾക്കിടയിൽ ഒരു ടെലിപ്പത്തിക് കണക്ഷൻ ഉണ്ട് എന്ന് ഈ വ്യക്തി ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ന്യൂ ഡോർസ് ഓപ്പണിംഗ്. ഓക്കെ, സോ ഒരു ന്യൂ ബിഗിനിങ്, ഒരു ന്യൂ സ്റ്റാർട്ടിങ്ങിനെ കാണിക്കുന്നു, ഒരു ന്യൂ പ്രപ്പോസലിനെ കാണിക്കുന്നു, ഒരു പുതിയൊരു വഴി നിങ്ങൾക്ക് മുന്നിലേക്ക് തുറന്നു വരുന്നു. ഒരു ന്യൂ ഡോർ ആണ് നിങ്ങളുടെ ലവ് എനർജിയിലോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോട്ട് തുറന്ന് കിട്ടുന്നത്. അതായത് ഈ വ്യക്തിയുടെ എല്ലാ രീതിയിലുള്ള അഡിക്ഷൻസും മാറ്റിവെച്ചുകൊണ്ട്, എല്ലാ രീതിയിലുള്ള നെഗറ്റീവ് ടോക്സിക് ഇമോഷൻസിനെയും സിറ്റുവേഷൻസിനെയും അല്ലെങ്കിൽ ആളുകളെയും തേർഡ് പാർട്ടിയെയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് പ്രപ്പോസൽ എനർജിയുമായിട്ട് ഒരു ഓപ്പൺ ഹാർട്ട് കോൺവെർസേഷന് വേണ്ടി ഒരു ന്യൂ ഡോർ ഓപ്പണിംഗ് ആണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെ ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരു പുതിയ സ്റ്റാർട്ടിംഗ്, ഒരു പുതിയ ബിഗിനിങ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി അങ്ങനെ ഒരു പ്രപ്പോസലുമായിട്ട് നിങ്ങളുടെ നേർക്ക് വരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി അങ്ങനെ ഒരു ഡിസിഷൻ നിങ്ങൾക്ക് കാണാൻ സാധിച്ചേക്കാം. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയോ മെസ്സേജ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു നേരിട്ട് തന്നെ ഈ വ്യക്തി വന്ന് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയെ ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ദെൻ ബോട്ടം ഓഫ് ദ ഡെക്ക് എനർജി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ട്രൂ ലവ് എന്നുള്ളൊരു കാർഡാണ്. അതായത് നിങ്ങൾക്കിടയിലുള്ളത് ഒരു യഥാർത്ഥ സ്നേഹം അല്ലെങ്കിൽ യഥാർത്ഥ പ്രണയമാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വിധത്തിലുള്ള കാപട്യവും ഇല്ല, അല്ലെങ്കിൽ ഒരിക്കലും ഒരു ലോയൽറ്റി ഇല്ലാത്ത ഒരു ബന്ധമായിരുന്നില്ല നിങ്ങൾക്കിടയിലുള്ളത്. അതായത് നിങ്ങൾ ഈ വ്യക്തിക്ക് നൽകിയിരുന്ന സ്നേഹവും നിങ്ങൾ ഈ വ്യക്തിക്ക് നൽകിയിരുന്ന
ആ ഒരു കരുതലും അല്ലെങ്കിൽ അഫെക്ഷൻ, കെയർ, അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിക്ക് നേരെ വളരെ ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു, ഒരു ട്രൂ ലവ് സ്റ്റാറ്റസ് തന്നെയായിരുന്നു നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത്. മേ ബി ചിലപ്പോഴെങ്കിലും ആ വ്യക്തി ഇത് കാണാതെ പോയിരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ആരാണ് ഒരു യഥാർത്ഥ സ്നേഹവും യഥാർത്ഥ കരുതലും ഈ വ്യക്തിക്ക് നൽകിയിരുന്നത്, ട്രൂ ലവ് ആരാണ് ഈ വ്യക്തിക്ക് നേരെ നൽകിയിരുന്നത്. ഇപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ബന്ധമായിരുന്നു ട്രൂ ലവ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ ഒരു സ്നേഹം എത്ര പവിത്രമാണ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എത്രമാത്രം ഫെയ്ത്ത്ഫുൾ ലോയൽ ആണ്, അല്ലെങ്കിൽ എത്രമാത്രം പവിത്രമാണ് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. എത്രമാത്രം ട്രൂത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു, എത്രമാത്രം നിങ്ങളെ ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ ഈ വ്യക്തിയുടെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട്, ഈ വ്യക്തിയുടെ മനസ്സിൽ, ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് എത്രമാത്രം സ്ഥാനമുണ്ട് എന്ന് ഈ വ്യക്തി പറയുന്നുണ്ട്. ഓക്കെ, സോ അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഈ വ്യക്തിയുടെ സോൾ മെസ്സേജസ് കൂടി എടുത്ത് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്താണ് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് കൂടി നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജ്, യു ആർ പെർഫെക്റ്റ് ഫോർ മീ. അതായത് നിങ്ങളാണ് ഈ വ്യക്തിയുടെ പെർഫെക്റ്റ് പാർട്ട്ണർ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണ് ഈ വ്യക്തിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളത്. എത്രമാത്രം നിങ്ങൾ ലോയൽ ആയിരുന്നു, എത്രമാത്രം ആത്മാർത്ഥ പ്രണയമായിരുന്നു നിങ്ങൾക്ക് ഈ വ്യക്തിയോട് ഉണ്ടായിരുന്നത്, അത് ഈ വ്യക്തിക്കും ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളായിരുന്നു ഇവർക്ക് പെർഫെക്റ്റ് പാർട്ട്ണർ, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി നിങ്ങളെ മാത്രമാണ് കാണുന്നത്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പും നിങ്ങളെ മാത്രമാണ് ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഐ ക്യാൻ ഫീൽ യുവർ ഡിസയർ ഫോർ മീ. അതായത് നേരത്തെ നമ്മൾ ട്വിൻ ഫ്ലെയിം ടെലിപ്പതി കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. സോ ഡെഫിനറ്റ്ലി ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ ആ ഒരു ഡിസയർ, നിങ്ങളുടെ ആഗ്രഹത്തെ ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്, അത് ഉൾക്കൊള്ളാൻ ഈ വ്യക്തിക്ക് കഴിയുന്നുണ്ട്. അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ ആ ഒരു ഡിസയർസ്, അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ടും നിങ്ങളുടെ ഇമോഷൻസും ഒക്കെ നിങ്ങൾ പറയാതെ തന്നെ, അല്ലെങ്കിൽ പരസ്പരം സംസാരിക്കാതെ തന്നെ ഈ വ്യക്തി അടുത്തറിയുന്നുണ്ട്. മേ ബി നിങ്ങൾക്കിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിലാണ് നിങ്ങൾ രണ്ടുപേരും, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ചില സമ്മർദ്ദങ്ങൾ കാരണം രണ്ടുപേർക്കും പിരിയേണ്ടി വന്ന, അല്ലെങ്കിൽ പിരിഞ്ഞു നിൽക്കേണ്ടി വരുന്ന ഒരു സന്ദർഭമാണ്, തമ്മിൽ സംസാരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് എങ്കിലും ഈ വ്യക്തി നിങ്ങളുടെ മനസ്സറിയുന്നുണ്ട്, നിങ്ങളുടെ ആഗ്രഹങ്ങളെ അറിയുന്നുണ്ട്, നിങ്ങളുടെ ചിന്തകളെ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളാണ് ഈ വ്യക്തിയുടെ പെർഫെക്റ്റ് പാർട്ട്ണർ, അല്ലെങ്കിൽ അത്രമാത്രം ടെലിപ്പത്തിക് കണക്ഷൻ നിങ്ങൾക്കിടയിലുണ്ട്. ഒരു ട്രൂ ലവ് എനർജിയാണ് നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. മേ ബി എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും പരസ്പരം അത്രമാത്രം സ്നേഹിക്കുന്ന ആളുകളാണ്. അങ്ങനെ ഒരു എനർജിയാണ് കിട്ടുന്നത്. നിങ്ങൾക്കിടയിൽ പിരിയണമെന്ന് ഒരിക്കലും ആഗ്രഹമില്ല, പക്ഷേ തമ്മിൽ പിരിക്കാനായിട്ട് മറ്റുള്ളവർ നിങ്ങളെ മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയോ ആയിരിക്കാം. ഓക്കെ, സോ രണ്ടുപേർക്കും നല്ല സ്നേഹവും നല്ല കരുതലും പരസ്പരം തോന്നുന്ന ഒരു സമയമാണ്. ട്രൂ ലവ് ആണ് നിങ്ങൾക്ക് പരസ്പരം തോന്നുന്നത്. ഓക്കെ, സോ ഒരു ജസ്റ്റ് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമല്ല, നിങ്ങൾ അത്രമാത്രം സോൾഫുള്ളി കണക്റ്റഡ് ആണ്. നിങ്ങളുടെ സോൾസ് തമ്മിൽ കണക്റ്റഡ് ആകുന്നുണ്ട്. നിങ്ങൾ ട്വിൻ ഫ്ലെയിംസ് ആയിരിക്കാം, അല്ലെങ്കിൽ സോൾമേറ്റ്സ് ആയിരിക്കാം. അത്രമാത്രം പെർഫെക്റ്റ് പാർട്ട്നേഴ്സ് ആണ് നിങ്ങൾ എന്നാണ് ഇവിടെ മനസ്സിലാകുന്നത്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത്, ഐ ബിലീവ് വി ആർ മെന്റ് ടു ബി ടുഗദർ. കണ്ടോ, വീണ്ടും ഒരു പെർഫെക്ഷൻ, ഒരു പെർഫെക്റ്റ് പാർട്ട്ണറിന്റെ ഒരു ഫീലിംഗ് ആണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത്. അതായത് നിങ്ങൾ പരസ്പരം അകന്നു നിൽക്കേണ്ടവരല്ല, നിങ്ങൾ രണ്ടുപേരും ഒന്നാണ്, ഒരുമിച്ച് നിൽക്കേണ്ടുന്ന ആളുകളാണ് എന്നാണ് ഈ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത്. അത് ഈ വ്യക്തിക്ക് പൂർണ്ണ തോതിൽ ഇപ്പോൾ വിശ്വാസമാകുന്നുണ്ട്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത്, യു ആർ ടു ഗുഡ് ഫോർ മീ. അതായത് വീണ്ടും പറയുകയാണ്, നീയാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, അല്ലെങ്കിൽ എൻ്റെ ലൈഫിലോട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെയർ അല്ലെങ്കിൽ പാർട്ട്ണർ എന്ന് പറയുന്നത് നിങ്ങളാണ് എന്ന് ഈ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നു. അത്രമാത്രം ഈ വ്യക്തിയുടെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളെ ഈ വ്യക്തിക്ക് ലൈഫിൽ കിട്ടിയത്. നിങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. എന്തിന്റെ പേരിലും ആരുടെ പേരിലും നിങ്ങളെ മാറ്റി നിർത്താനോ നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയാനോ ഈ വ്യക്തിക്കാവില്ല എന്ന് ഈ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നു. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത്, ഐ സ്റ്റിൽ ഹാവ് യുവർ പിക്ചേഴ്സ് ഓൺ മൈ ഫോൺ. അതായത് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ
നിങ്ങൾ രണ്ടുപേരും പിരിഞ്ഞു നിൽക്കുന്നവരാണ്. അതിപ്പോൾ ലവേഴ്സ് ആണെങ്കിലും നിങ്ങൾ മറ്റേത് റിലേഷൻഷിപ്പിലുള്ള ആളുകളാണ്, മാരീഡ് ആയിട്ടുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലുള്ള ആളുകളാണ് എങ്കിലും, അല്ലെങ്കിൽ മറ്റേത് റിലേഷൻഷിപ്പ് ആണെങ്കിലും നിങ്ങൾ പരസ്പരം ഇപ്പോൾ കാണുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഒരു പ്രേരണ കൊണ്ടോ ഒക്കെ നിങ്ങൾ തമ്മിൽ പരസ്പരം വിട്ടു നിൽക്കുന്ന അവസ്ഥയാണ്, പിരിഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഒരു ഇമോഷണൽ സെപ്പറേഷനോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ സെപ്പറേഷനോ നിങ്ങൾക്കിടയിൽ ഉണ്ട് എങ്കിലും ഈ വ്യക്തി പറയുന്നത് നോക്കൂ, നിങ്ങളുടെ പിക്ചേഴ്സ്, നിങ്ങളുടെ ഓർമ്മകളെ ഇപ്പോഴും ഈ വ്യക്തി സൂക്ഷിക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ ഫോണിൽ ഇപ്പോഴും നിങ്ങളുടെ പിക്ചേഴ്സ് ഉണ്ട്. നിങ്ങൾ ഒരുമിച്ചുണ്ടാകുന്ന ആ ഒരു മെമ്മറീസ് ഇപ്പോഴും ഈ വ്യക്തി സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. നിങ്ങളെ ഒരിക്കലും മറക്കാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കില്ല. അത്രമാത്രം നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളോട് പ്രണയമുണ്ട്, നിങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടരുത് എന്ന് തന്നെയാണ് ഈ വ്യക്തി മനസ്സിൽ വിചാരിക്കുന്നത്. അതിനായിട്ട് ഈ വ്യക്തി ഒരുപാട് നിങ്ങളെ കണ്ടിന്യൂസ്ലി നിങ്ങളെ മേ ബി സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റ്സ് ഒക്കെ അറിയാൻ ശ്രമിക്കുന്നുണ്ടാകാം, നിങ്ങളുമായിട്ട് റീകണക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ വാസ് തിങ്കിങ് ഓഫ് യു ലാസ്റ്റ് നൈറ്റ്. ഓക്കെ, സോ തലേ ദിവസം രാത്രി പോലും അല്ലെങ്കിൽ അത്രമാത്രം ഈ വ്യക്തിയുടെ ഡ്രീംസിൽ പോലും നിങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഈ വ്യക്തിയുടെ മനസ്സ് അസ്വസ്ഥമാണ്, നിങ്ങളെ കുറിച്ചുള്ള ചിന്തകളും നിങ്ങൾ അടുത്തില്ല എന്നുള്ള ഒരു തോട്ടും നിങ്ങളെ എത്രയും വേഗം കാണണം എന്നുള്ള ആ ഒരു അഡിക്ഷൻസും ആ ഒരു അത്രയും സ്ട്രോങ് ഇന്റൻഷൻ കാരണം ഈ വ്യക്തി ഒരിക്കലും പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കില്ല. ഈവൻ രാത്രി കാലങ്ങളിൽ പോലും ഈ വ്യക്തിക്ക് അത്രമാത്രം ഡീപ്ലി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ ഈ വ്യക്തിക്ക് അത്രമാത്രം മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ നീഡ് മോർ ടൈം. അതായത് മേ ബി ചിലരുടെയെങ്കിലും ഫാമിലി സപ്പോർട്ട് ഇല്ലാത്ത ഒരു ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആയിരിക്കാം. മേ ബി അത് ഫാമിലി ആയിരിക്കാം, കരിയർ ആയിരിക്കാം, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻസ്റ്റെബിലിറ്റി ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. എന്തെങ്കിലും പ്രോബ്ലംസ് ഈ വ്യക്തിയുടെ ലൈഫിലുണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ട്. അതായത് ചില ആളുകൾക്കെങ്കിലും കാസ്റ്റ് ഡിഫറൻസ്, അല്ലെങ്കിൽ റിലീജിയൻ ഡിഫറൻസ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഡിഫറൻസ്, അല്ലെങ്കിൽ ജോലിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ്, അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടുപേരും രണ്ട് സൈഡിൽ, രണ്ട് കൺട്രീസിൽ, അബ്രോഡിലൊക്കെ ആകുന്ന ഒരു അവസ്ഥ. അതേപോലെ തന്നെ തേർഡ് പാർട്ടി അത്രമാത്രം സ്ട്രോങ്ലി മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. തേർഡ് പാർട്ടിയെ പറഞ്ഞു മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, ഫാമിലിയെ കൺവിൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ ഇവിടെ ഈ വ്യക്തിക്ക് കുറച്ചുകൂടി ടൈം വേണം, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, ചില ഡിസിഷൻസ് എടുക്കാനുണ്ട്. അതിനുവേണ്ടി ഈ വ്യക്തി അല്പം ടൈം ചോദിക്കുന്നുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾക്ക് ഒരു വ്യക്തത, ഒരു ക്ലാരിഫിക്കേഷൻ ഈ വ്യക്തിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ വ്യക്തി നിങ്ങളോട് സമയം ചോദിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇറ്റ് ഡസന്റ് ഫീൽ റൈറ്റ് ബീയിങ് അപ്പാർട്ട് ഫ്രം യു. അതായത് ഈ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ദൂരെ മാറി നിൽക്കുന്നത്, നിങ്ങളുമായിട്ട് എപ്പാർട്ടായിട്ട് നിൽക്കുന്നത്, രണ്ടുപേരും രണ്ടായിട്ട് നിൽക്കുന്നത് ഒരിക്കലും റൈറ്റ് അല്ല, ശരിയായ കാര്യമല്ല. അതായത് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ, പിരിഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളുമായിട്ട് റീകണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുമായിട്ട് അകന്നു മാറി നിൽക്കുന്നത് വളരെ പെയിൻ ആണ് ഈ വ്യക്തിക്ക് നൽകുന്നത്, വേദന നൽകുന്നുണ്ട് ഈ ഒരു പേഴ്സണ്. ഒരിക്കലും നിങ്ങളെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ഈ വ്യക്തിക്ക് ആവില്ല. ഓക്കെ, സോ ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജീസ് ആണ് എന്ന് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും റീയൂണിയൻ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് മെസ്സേജസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജ് ഐ വിൽ നെവർ ലവ് എനി വൺ ലൈക്ക് ഐ ലവ് യു. ഓക്കെ, അതായത് ഈ വ്യക്തി പറയുന്നത് നോക്കൂ, ഈ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ തേർഡ് പാർട്ടി ഉണ്ട്, അല്ലെങ്കിൽ മറ്റേതൊരു പേഴ്സണേക്കാളും മറ്റേതൊരു സിറ്റുവേഷനേക്കാളും ഈ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നു, നിങ്ങളുമായിട്ട് റീകണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെയാണ് ഈ വ്യക്തി ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്നത്. മറ്റേതൊരു സിറ്റുവേഷനെയും ഈ വ്യക്തി മാറ്റി നിർത്താൻ ആഗ്രഹിക്കുമ്പോഴും നിങ്ങളെ ഒരിക്കലും മാറ്റി നിർത്താൻ ഈ വ്യക്തിക്ക് ആവില്ല. നിങ്ങളിൽ നിന്നും ഒരിക്കലും പിരിഞ്ഞു നിൽക്കുന്നത് ഈ വ്യക്തിക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നില്ല. അത്രമാത്രം സ്ട്രോങ്ലി നിങ്ങളിൽ അട്രാക്റ്റഡ് ആകുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജ് ഐ റിയലി ഹാവ് നോട്ട് ബീൻ ഹാപ്പി വിത്തൗട്ട് യു. അതായത് ഇവർ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത്, നിങ്ങളിൽ നിന്നും പിരിഞ്ഞു നിൽക്കുന്നത്, നിങ്ങളിൽ നിന്നും ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അകലത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ ഒരിക്കലും യഥാർത്ഥ സ്നേഹം അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഈ വ്യക്തിക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങളാണ് ഈ വ്യക്തിയുടെ ട്രൂ ലവ് അല്ലെങ്കിൽ ട്രൂ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു യഥാർത്ഥ തോതിൽ ഈ വ്യക്തി മനസ്സിൽ സംതൃപ്തി അനുഭവിക്കുന്നില്ല. നിങ്ങളിൽ നിന്നും വിട്ടുപിരിയുന്നത് ഒരിക്കലും ഇവർക്ക് സന്തോഷമല്ല നൽകുന്നത്. മേ ബി ചിലരുടെയെങ്കിലും വ്യക്തി അവരുടെ ഈഗോ കാരണം സന്തോഷം അഭിനയിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ സന്തോഷത്തിലാണ് എന്ന് കാണിക്കാനുള്ള അവരുടെ ഈഗോ
കൊണ്ടായിരിക്കും അവർ അങ്ങനെ പ്രിറ്റൻഡ് ചെയ്യുന്നുണ്ടാകാം, അങ്ങനെ കാണിക്കുന്നുണ്ടാകാം. മേ ബി സ്റ്റാറ്റസ് വൈസ്, പിക്ചർ വൈസ് ഒക്കെ വളരെ ഹാപ്പി ആയിട്ട് ഷോ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ശരിക്കും ഇവരുടെ ഒരു പൊയ്മുഖമാകാം. ഇവർ അത് മനസ്സിൽ തട്ടിയായിരിക്കില്ല അങ്ങനെ കാണിക്കുന്നത്. ഇവരുടെ മനസ്സ് നിറയെ നിങ്ങളാണ്. നിങ്ങളെ ഒരിക്കലും പിരിയാൻ ഇവർക്കാകില്ല. ഇവർ ഒരിക്കലും നിങ്ങളിൽ നിന്ന് വിട്ടുപിരിയുന്നത് ഹാപ്പി ആയിട്ടല്ല, അല്ലെങ്കിൽ ഇവർക്കൊരിക്കലും ആ ഒരു യഥാർത്ഥ സന്തോഷം നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതല്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എവിടെ കിട്ടിയിട്ടുള്ളത്, ഐ വാണ്ട് ടു പ്രൂവ് മൈ ലവ് ടു യു ത്രൂ ആക്ഷൻസ്. വീണ്ടും ഈ വ്യക്തി പറയുന്നത് ആക്ഷൻ വൈസ് ആണ് ഞാൻ നിന്നോട് ഇഷ്ടമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് വെറും വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല എന്റെ സ്നേഹം. എനിക്ക് ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ട്, ഒരു പ്രോപ്പർ ഡിസിഷൻ ഉണ്ട്. മേ ബി കുറച്ചു പേർക്ക് അതിന് ടൈം എടുത്തേക്കാം. കാരണം നേരത്തെ നമുക്ക് ഐ വാണ്ട് മോർ ടൈം എന്ന് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വ്യക്തിക്ക് നിങ്ങളെ വിട്ടുപിരിയാൻ സാധിക്കില്ല. ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റീകൺസൈൽ ചെയ്യും, റീകണക്ട് ചെയ്യും, നിങ്ങളിലേക്ക് തിരിച്ചു വരും. കോൾ, മെസ്സേജ് ഒക്കെ ഈ വ്യക്തി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവരുടെ ആക്ഷൻസ് വഴി നിങ്ങൾക്കത് മനസ്സിലാകും. മേ ബി കുറച്ചു പേർക്കെങ്കിലും ഒരു ചെറിയ മാറ്റം, ഒരു പോസിറ്റീവ്നെസ് ഈ വ്യക്തിയിൽ നിന്നും കാണാൻ സാധിക്കുന്നുണ്ടാകാം. ഇവരുടെ ചില അഡിക്ഷൻസ്, ചില സ്വഭാവങ്ങൾ, ചില ബിഹേവിയറിലൊക്കെ മാറ്റങ്ങൾ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകാം. ഒരു പ്രയോറിറ്റി കൂടുതൽ ഇവർ നിങ്ങൾക്ക് നൽകുന്നത് പോലെ നിങ്ങൾക്ക് ഇനിയുള്ള സമയങ്ങളിൽ കാണാൻ സാധിക്കും. ഓക്കെ, സോ തീർച്ചയായിട്ടും ചില ആക്ഷൻസ് ഈ വ്യക്തി നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട്. ചില കാര്യങ്ങൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലോട്ട് കൊണ്ടുവരണം. പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ, പോസിറ്റീവ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ പേഴ്സണിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗിൽ എനിക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ എല്ലാവർക്കും ഒരുപോലെ റീസണേറ്റ് ആകണമെന്നില്ല. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് റീസണേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ള കാര്യങ്ങളൊക്കെ വിട്ടേക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ ഒരു റീകൺസിലേഷൻ, റീയൂണിയൻ അല്ലെങ്കിൽ മാരേജ് അല്ലെങ്കിൽ സ്ട്രോങ് കമ്മിറ്റ്മെന്റ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് നിങ്ങളെ കണക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഹാപ്പി ഫാമിലിയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. ഒരു നല്ലൊരു ഫ്യൂച്ചർ ആണ് നിങ്ങളുടെ പേഴ്സണിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു എനർജി ക്ലെയിം ചെയ്യാൻ മറക്കരുത്. കാരണം അത്രമാത്രം ഒരു മിസ്സിംഗ് എനർജിയാണ് നമുക്ക് ഇന്നത്തെ റീഡിംഗിൽ കാണിച്ചു തന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ പേഴ്സൺ സ്ട്രോങ്ലി നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ട്രൂ ലവ് എനർജി തന്നെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, നല്ലപോലെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സെൽഫ് കെയർ, സെൽഫ് ലവ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഹീൽഡ് ആയാൽ മാത്രമേ നിങ്ങളുടെ പേഴ്സണിലും നിങ്ങളുടെ സിറ്റുവേഷൻസിലും മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അത് നിങ്ങൾ ആണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ എത്രമാത്രം സ്ട്രോങ്ലി നിങ്ങളുടെ മനസ്സുകൊണ്ട് പവർഫുൾ ആകുന്നു, നിങ്ങളുടെ മനസ്സ് എത്രമാത്രം ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, ആ ഒരു കാര്യം നിങ്ങൾ നേടിയെടുക്കണം, അല്ലെങ്കിൽ അതിനെ അട്രാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ കരുതണം. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ആ ഒരു ഫ്യൂച്ചറിനെ തീരുമാനിക്കേണ്ട ആളുകൾ. ഓക്കെ, സോ എന്ത് ഒരു കാര്യത്തിനും, അതിപ്പോൾ റിലേഷൻഷിപ്പ് ആണെങ്കിലും കരിയർ ആണെങ്കിലും നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിനാണെങ്കിലും ഫിനാൻഷ്യൽ കണ്ടീഷന്റെ ഒരു ബെറ്റർമെന്റിനാണെങ്കിലും നിങ്ങൾ എന്താണോ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തെ നേടിയെടുക്കാൻ നിങ്ങൾ എഫേർട്ട് ഇടണം. അതേപോലെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുക, നല്ലപോലെ സ്ട്രോങ്ലി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ മൈൻഡിന്റെ പവറിനെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരിക, നല്ലപോലെ പ്രാർത്ഥിക്കുക. നിങ്ങൾ അതേപോലെ തന്നെ താങ്ക് യു മെസ്സേജസ് ചെയ്താൽ മടി കാണിക്കരുത്. താങ്ക് യു എഴുതുക. താങ്ക് യു മെസ്സേജ് എഴുതുമ്പോൾ, അതായത് താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഡിവൈൻ, താങ്ക് യു ഗോഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ട ദൈവം, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആ ഒരു ദൈവിക ശക്തിയോട് നിങ്ങൾ നന്ദി പറയുമ്പോൾ, നിങ്ങളുടെ സെൽഫ് ആയിട്ടുള്ള ഒരു ഹീലിംഗ് നിങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലോട്ട് കൂടുതൽ കൂടുതൽ ബ്ലെസ്സിങ്സ് ആണ് അട്രാക്റ്റഡ് ആകുന്നത്. നിങ്ങളുടെ ലൈഫ് തന്നെ പോസിറ്റീവ്ലി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഫാമിലി ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൽ ഒരു മാറ്റം വളരെ പോസിറ്റീവ്ലി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ്, നിങ്ങളുടെ താങ്ക് യു മെസ്സേജസ് കമന്റ് ആയിട്ട് എഴുതാൻ മടി കാണിക്കരുത്, മറക്കരുത്. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതൽ കൂടുതൽ സ്റ്റെബിലിറ്റി, കൂടുതൽ പോസിറ്റീവ് ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ഒരു ഷ്യൂരിറ്റി നൽകുകയാണ്, ഇത് എന്റെ എനർജിയാണ്, എന്റെ ലൈഫാണ് ഇവിടെ മാറാൻ പോകുന്നത്, എന്റെ ലൈഫിൽ പോസിറ്റിവിറ്റി ഞാൻ ക്ലെയിം ചെയ്യുകയാണ് എന്ന് നിങ്ങൾ തന്നെ ഉറപ്പിക്കുകയാണ്. ഓക്കെ, സോ അതൊരു സോർട്ട് ഓഫ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് കൂടിയാണ്, അല്ലെങ്കിൽ ഒരു അഫർമേഷൻ ടെക്നിക്കാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് തന്നെ നിങ്ങൾ കൂടുതൽ കൂടുതൽ ഒരു ചിന്തകളെ കൊണ്ടിടുക
മാറുകയാണ്, നിങ്ങൾ സ്റ്റേബിൾ ആകുകയാണ്. ഇത് എൻ്റെ എനർജിയാണ്, ഞാൻ എൻ്റെ ലൈഫിനെ തന്നെ മാറ്റിയെടുക്കാൻ എനിക്ക് സാധിക്കും, എൻ്റെ ലൈഫിലോട്ട് കൂടുതൽ കൂടുതൽ പോസിറ്റിവിറ്റിയാണ് വരാൻ പോകുന്നത് എന്ന് നിങ്ങളെ തന്നെ ഷ്യൂറിറ്റി കൊടുക്കുകയാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്ങിൽ കാണാൻ സാധിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ്. സോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ കമന്റ് ആയിട്ട് എഴുതാൻ മറക്കരുത്. നിങ്ങളുടെ എന്ത് തോട്ട്സിനെയും നിങ്ങളുടെ എന്ത് മാനിഫെസ്റ്റേഷൻസിനെയും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. തീർച്ചയായിട്ടും പോസിറ്റീവ് മെസ്സേജസ് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. താങ്ക് യു എഴുതാൻ മടി കാണിക്കരുത്. കാരണം താങ്ക് യു മെസ്സേജസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതൽ പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നത്. മാനിഫെസ്റ്റേഷനെ കൂടുതൽ പ്രയോറിറ്റി നൽകിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകുക. നിങ്ങളുടെ ലൈഫ് വളരെയധികം പോസിറ്റീവായിട്ട് ചേഞ്ച് ആകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്. മെയിൽ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും റീഡിംഗ് കാണാവുന്നതാണ്. അതേപോലെ തന്നെ എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഹരേ കൃഷ്ണ.